വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള +1 സോഷ്യോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പം നമുക്കിനി നോക്കാനുള്ളത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇത് നോക്കുക. ഈ നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ വ്യാപ്തി വളരെ വിശാലമാണ്. ഇതിന് വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നുണ്ട്. അത് സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നത് വ്യത്യസ്ത തലത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നാണ്. വ്യക്തിഗതം, അതുപോലെ തന്നെ സാമൂഹ്യ തലം, ആഗോളതലം, വ്യക്തിതലം തൊട്ട് ആഗോളതലം വരെ അത്രക്കും ബൃഹത്തായിട്ടുള്ള ഒരു പഠന മേഖലയാണ് സാമൂഹ്യശാസ്ത്രം. അത് ഇത്രക്കും വ്യാപ്തിയുണ്ട് എന്നാണ് പറയുന്നത്. സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്, ഭൗതികപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. നാം ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കാൻ സോഷ്യോളജി നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച്, ആ സമൂഹത്തിൻ്റെ രീതിയെക്കുറിച്ച്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, അതിൻ്റെ പോക്കിനെക്കുറിച്ച്, ഇതൊക്കെ നമുക്ക് സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നത് അല്ലെങ്കിൽ സമൂഹശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വസ്തുനിഷ്ഠാപരമായിട്ടുള്ളതാണ്. വെറുതെ മുമ്പുള്ള ഒരു അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. വർണ്ണം, വർഗം, പ്രദേശം, മതം എന്നിവയിലുണ്ടാകുന്ന സങ്കുചിതത്വത്തിൽ നിന്ന് നമ്മെ മോചിക്കുന്നു, അല്ലേ? ഒരേ ജാതി, ഒരേ വർണ്ണം, ഒരേ പ്രദേശത്തുള്ള, ഒരേ മതത്തിൽ, ഇത്തരത്തിലുള്ള നാരോ മൈൻഡിൽ നിന്ന് ഒരു സമൂഹം എന്നുള്ളൊരു ബൃഹത്തായിട്ടുള്ള കാഴ്ചപ്പാടിൽ അത് എന്ത് ചെയ്യുന്നു, ഈ സങ്കുചിതത്വത്തിൽ നിന്ന്, നാരോ മൈൻഡ്നെസ്സിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ കണ്ടെത്തുകയും നിർദ്ദേശിക്കും. സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ വർണ്ണവിവേചനം, തൊഴിലില്ലായ്മ, ഇത്തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ അത് കണ്ടെത്തുകയും, എന്തുകൊണ്ടാണ് അവിടെ ഇത് വരുന്നത്, തൊഴിലില്ലായ്മ വരുന്നതിന് കാരണം വിദ്യാഭ്യാസമില്ലായ്മയാണ്, വിദ്യാഭ്യാസം, ദാരിദ്ര്യമാണ്, അങ്ങനെയൊക്കെ ഇത് എന്താണ് സാമൂഹിക പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങൾ, ബന്ധങ്ങൾ, ശ്രേണി, ഗണം, പദവി, ജനസംഖ്യ, സാമൂഹ്യ സ്ഥാപനം, ഇതിനെക്കുറിച്ചൊക്കെ സോഷ്യോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിൽ ചോദിക്കാവുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 മാർക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത് സോഷ്യോളജി മറ്റു സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം, അതായത് സോഷ്യോളജി, എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം, സോഷ്യോളജിയും രാഷ്ട്രമീമാംസ, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ചരിത്രം, അതുപോലെ തന്നെ സോഷ്യോളജി മനഃശാസ്ത്രം, സൈക്കോളജി, നരവംശശാസ്ത്രം, ആന്ത്രോപോളജി, ഈ 5 ഇത് ചിലപ്പോൾ 8 മാർക്കിന് ഇതെല്ലാം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 4 മാർക്കിനായിട്ടുള്ള, ഇപ്പോൾ സോഷ്യോളജിയും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം 4 മാർക്കിന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ചരിത്രവുമായിട്ടുള്ളത്, ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് നരവംശശാസ്ത്രവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ നമുക്ക് നോക്കാം സാമ്പത്തിക ശാസ്ത്രം സ്റ്റഡി ഓഫ് എക്കണോമിക്സ്. നമുക്ക് സമ്പത്തിനെക്കുറിച്ചുള്ള, വെൽത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത്, സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഓരോന്നിനും, ഇപ്പോൾ ചരിത്രം ഗുണിച്ച ചരിത്രത്തെക്കുറിച്ച് പഠനം, വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു എന്നതാണ് ചരിത്രത്തിൽ പഠിക്കുന്നത്, സമൂഹത്തെക്കുറിച്ചാണെന്നുള്ളത്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ രാഷ്ട്രത്തെക്കുറിച്ച്, രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക. ഓരോന്നും നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, അതുപോലെ തന്നെ ഉപഭോഗം, ഉൽപ്പാദനം, വിതരണം, ഇതിനെക്കുറിച്ചൊക്കെയാണ്, വിതരണം, ഉപഭോഗം തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നു. സാധനങ്ങളുടെ വില, ആവശ്യം, അത് ഡിമാൻഡ്, വിതരണം, ഡിസ്ട്രിബ്യൂഷൻ, പണത്തിൻ്റെ ഒഴുക്ക്, നിക്ഷേപം, ഉൽപ്പാദനം തുടങ്ങിയൊക്കെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലയാണ്. സാമ്പത്തിക വികസനം സാമൂഹ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു. സാമ്പത്തിക വികസനം ഉണ്ടായിട്ടുണ്ട്, അത് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തെ, അപ്പോൾ ഇത് രണ്ടും റിലേറ്റഡാണ്. സാമ്പത്തിക വികസനം ഉണ്ടെങ്കിൽ അവിടെ സാമൂഹ്യ വികസനം നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും റിലേറ്റഡ് ആണ് എന്നുള്ള ഒറ്റ പോയിൻറ്റ്സ് അത് മനസ്സിലായാൽ മതി, അല്ലേ? നല്ല സാമ്പത്തികപരമായിട്ട് വികസനമുള്ള ഒരു രാജ്യമാണെങ്കിൽ അവിടെ സാമൂഹിക സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും, അവിടെ എഡ്യൂക്കേഷൻ ലെവൽ ഹൈ ആയിരിക്കും, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവില്ല, ജീവിത നിലവാരം ഉയർന്നതായിരിക്കും. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും തമ്മിൽ ബന്ധമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി.
ദെൻ സാമ്പത്തിക കാഴ്ചപ്പാടിലെ ഒരു പ്രശ്നത്തിൻ്റെ സാങ്കേതിക പരിഹാരമാണ് നൽകുന്നത്. എന്നാൽ സാമൂഹ്യശാസ്ത്രം ചോദ്യങ്ങൾ ഉന്നയിച്ചും യുക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരുന്നത്. അതായത് സാമ്പത്തിക കാഴ്ചപ്പാടിൽ പ്രശ്നങ്ങൾക്കുള്ള സാങ്കേതികമായിട്ട് ടെക്നിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ സാമൂഹ്യശാസ്ത്രങ്ങൾ അത് ചോദ്യം എങ്ങനെ അത് സംഭവിച്ചു, അതിനെ എങ്ങനെയാണ് അത് പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മുടെ സാമൂഹ്യശാസ്ത്രം. സാമ്പത്തിക മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ സാമൂഹിക ജീവിതവുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക്, ഇപ്പോൾ ഉദാഹരണം വിലക്കയറ്റം സാമ്പത്തിക പ്രശ്നമാണ്. വിലക്കയറ്റം അത് സാമൂഹിക ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ളത് പഠന വിധേയമാക്കുന്നു എന്നുള്ളത് സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നു എന്നുള്ളത്. രാഷ്ട്രമീമാംസയാണ് നമ്മൾ പറഞ്ഞു. രാഷ്ട്രമീമാംസ രാഷ്ട്രത്തെക്കുറിച്ചും ഭരണകൂടത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് രാഷ്ട്രമീമാംസ, പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ഇത് ചോദിക്കാറുണ്ട്. 4 factors ഓഫ് നാഷൻസിൻ്റെ 4 ഘടകങ്ങൾ. ഈ 4 ഘടകങ്ങൾ ചേർന്നാലേ രാഷ്ട്രമാകുള്ളൂ. ജനങ്ങൾ, ഭൂപ്രദേശം, ഭരണകൂടം, പരമാധികാരം. പോപ്പുലേഷൻ, അതുപോലെ തന്നെ ടെറിട്ടറി, ഭരണകൂടം, ഗവൺമെൻറ്, ദെൻ സോവറിറ്റി, പരമാധികാരം. ഓക്കെ. രാഷ്ട്രീയ പാർട്ടികൾ, തിരഞ്ഞെടുപ്പ് സംവിധാനം, രാഷ്ട്രീയ അധികാരം തുടങ്ങിയവ ഇതിൻ്റെ പഠന മേഖലയാണ്. രാഷ്ട്രമീമാംസയിൽ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുണ്ട്, രാഷ്ട്രീയ അധികാരങ്ങളെക്കുറിച്ച്, ഇതിനൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രീയ മീമാംസ അല്ലെങ്കിൽ രാഷ്ട്രമീമാംസ. സാമൂഹ്യശാസ്ത്രം സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ അധികാരത്തെ വിലയിരുത്തുന്നു. ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പ്, ജനങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മൾ പറഞ്ഞു. ജനങ്ങൾ കൂടിച്ചേർന്നാണ് സമൂഹം, അല്ലേ? ജനങ്ങളില്ലാതെ എന്തില്ല, രാഷ്ട്രം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും റിലേഷനുണ്ട്. ജനങ്ങളില്ലാതെ എന്തില്ല, രാഷ്ട്രമില്ല. അതുപോലെ തന്നെ നിയമങ്ങൾ ഉപയോഗിച്ച് ഓരോ രാഷ്ട്രം മനുഷ്യരെ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നുണ്ട്. സോഷ്യൽ കൺട്രോളിങ് നടത്തുന്നുണ്ട്, അല്ലേ? നിയമങ്ങൾ, ജയിൽ, പോലീസ്, ഇതൊക്കെ സോഷ്യൽ കൺട്രോളിങ് ഏജൻസികളാണ്. സാമൂഹ്യപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഏജൻസി. കുടുംബം, മതം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസികളാണ്. ദെൻ സോഷ്യോളജിയും ചരിത്രം ഭൂതകാലത്തെക്കുറിച്ചാണ്. വാട്ട് ഹാപ്പൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യശാസ്ത്രം എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വർത്തമാനത്തെക്കുറിച്ച്, പ്രസൻ്റ്ലി ഇപ്പോഴത്തെ സമൂഹത്തെക്കുറിച്ചും കഴിഞ്ഞ സമൂഹത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഫ്യൂച്ചർ നമ്മുടെ സൊസൈറ്റിയെ നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആണ്. ദെൻ ഏറ്റവും ലാസ്റ്റ് മനഃശാസ്ത്രം, അതുപോലെ തന്നെ നരവംശശാസ്ത്രം. മനുഷ്യ വ്യവഹാരത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് മനഃശാസ്ത്രം. സ്മരണ, അഭിപ്രേരണ, അതുപോലെ തന്നെ വികാരം, ചിന്ത, ബുദ്ധി, ശിശുവികസനം, മാനസിക പ്രതിഭാസങ്ങൾ, ഇതെല്ലാം മനഃശാസ്ത്ര സൈക്കോളജിയുടെ പഠന വിഷയമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വ്യക്തികളുടെ വ്യവഹാരം എന്തായിരിക്കണം എന്ന് മനഃശാസ്ത്രം പഠന വിധേയമാക്കുന്നു. വ്യക്തികൾ അടങ്ങിയതാണ് സമൂഹം. അപ്പോൾ മനുഷ്യൻ്റെ വ്യക്തിത്വപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുകയാണ് മനഃശാസ്ത്രമുള്ളത്. സാമൂഹ്യ പ്രക്രിയകളിലൂടെ രൂപപ്പെട്ട വ്യവഹാരത്തെക്കുറിച്ചാണ് സാമൂഹ്യശാസ്ത്രം. സോഷ്യൽ സൈക്കോളജി വ്യക്തികൾ എങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇടപെടുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്താണ് സോഷ്യൽ സൈക്കോളജി എന്ന് ചോദിക്കാറുണ്ട്. സോഷ്യൽ സൈക്കോളജി ഒരു വ്യക്തികൾ എങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇടപെടുന്നു എന്നതിനെക്കുറിച്ചാണ്. ദെൻ നരവംശശാസ്ത്രം പറയണം. ആന്ത്രോപോളജി അപ്പോൾ മനുഷ്യവംശത്തെക്കുറിച്ച്, ഉത്ഭവം, അവയുടെ വികാസം, ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നതാണ് നരവംശശാസ്ത്രം. ചോദ്യം വരാറുണ്ട്, എന്താണ് ആന്ത്രോപോളജി എന്ന്? 1 വേർഡ് ക്വസ്റ്റ്യനായിട്ട് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. മനുഷ്യവംശത്തെക്കുറിച്ച്, അതിൻ്റെ ഉത്ഭവം, വികാസം, അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്നതാണ് നരവംശശാസ്ത്രം. 2 തരത്തിലുള്ള നരവംശശാസ്ത്രങ്ങൾ ഇങ്ങനെ നിർവചിക്കാം. ഭൗതിക നരവംശശാസ്ത്രം, അതുപോലെ സാമൂഹ്യ മനുഷ്യവംശത്തിൻ്റെ ജീവശാസ്ത്രപരമായിട്ടുള്ള ഉത്ഭവമാണ് ഭൗതിക നരവംശശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതേസമയത്ത് സാമൂഹ്യ നരവംശശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് സാമൂഹ്യ സാഹചര്യങ്ങളുടെ മനുഷ്യ വ്യവഹാരങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ ഇടപെടലുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. നരവംശശാസ്ത്രം ലളിത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ സാമൂഹ്യ ശാസ്ത്രം സമൂഹത്തെക്കുറിച്ച്, അല്ലേ, സങ്കീർണമായിട്ടുള്ള സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നരവംശശാസ്ത്രം പങ്കാളിത്ത നിരീക്ഷണമാണ് പഠന രീതി ഉപയോഗിക്കുന്നത്. ഇവിടെ ഫീൽഡ് വർക്കാണ്, അല്ലേ? സാമൂഹ്യശാസ്ത്രത്തിൽ ചോദ്യാവലികൾ തുടങ്ങിയ സർവേ രീതികളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇതിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണ്, സോഷ്യോളജിയും കോമൺ സെൻസും എന്താണെന്ന് നോക്കണം. സ്കോപ്പ് ഓഫ് സോഷ്യോളജിയും
പിന്നെ സോഷ്യോളജി മറ്റുള്ള സാമൂഹ്യശാസ്ത്ര ശാഖകളുമായിട്ടുള്ള ബന്ധം. ഇതാണ് ഇതിൽ ഈ 4 ഏരിയാസാണ് നിങ്ങൾ പഠിക്കേണ്ടത്. 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആ 2 വീഡിയോയും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. തൊട്ട് മേലെയുള്ള വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ, ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇത് നോക്കി പഠിക്കുക. ഈ മെറ്റീരിയൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്